നമ്മളിന്നുള്ളത് സയൻസ് പാർക്കിലാട്ടോ ഉള്ളത്. ഇതൊരു പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സയൻസ് പാർക്കാണ്. ഇവിടെ നിന്ന് കുറേ അഡ്വഞ്ചേഴ്സ് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഫിഷ് പായൊക്കെ ഉണ്ട്. പിന്നെ അതേ നമ്മുടെ ബോട്ടിൽ വെള്ളത്തിൽ ശരിക്കും ബോട്ട് ഓടിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ട് ഓടിക്കാം. പിന്നെ അതേ നമ്മുടെ 3D ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കയറണം. പക്ഷെ അത് ഭയങ്കര എഫക്റ്റിംഗ് ആയിരുന്നു. ഇപ്പുറത്തേക്ക് നിങ്ങൾ വരും. അത് കണ്ടോ ഗൈസ്, ഇവിടെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ പേര്, വാട്ടർ റൈഡോ അങ്ങനെ എന്താണ്ടോ ആണ്. എന്തോ മറ്റേ ബോട്ട് ഓടിക്കില്ലേ, എനിക്ക് വഞ്ചിയൊക്കെ ഓടിക്കില്ലേ. പക്ഷെ നമ്മളിങ്ങനെ കൈ കൊണ്ട് എന്തോ ആക്കണം. അത് പിള്ളേരുടെയാണ്. ഇത് എനിക്ക് എങ്ങനെയെന്ന് അറിയില്ല. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചർ റൈഡ് എന്ന് പറയുമ്പോൾ. ഇത് എന്താണ് എന്നൊക്കെ കയറുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാലും ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഇവിടെ ഒന്നും കയറാതെ. ഇതാണ് ട്രാൻപൊലീൻ. ഇവിടെ കുറേ ഇംഗ്ലീഷ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതിനകത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു കൊച്ച് വന്നപ്പോൾ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് ആ മിക്കി മൗസിൻ്റെ അടുത്ത് പോവാന്ന്. അപ്പോൾ ഞങ്ങൾ അത് ചിരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ മനസ്സിലായി അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന്. ഇത് കൊച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ അൺസൈക്കബിൾഡ് ആയിപ്പോയി. അതാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരുപാട് സ്ലൈഡ്സ് ഉണ്ട്. സ്ലൈഡ് മീൻസ് ഇതിങ്ങനത്തെ ഇഴഞ്ഞു വരുന്ന സാധനമാണ്. പിന്നെ ഞങ്ങൾ ബാഗി പാൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പോളിസ്റ്റർ എന്താണ്ടായപ്പോൾ ഇങ്ങനെ സ്റ്റക്കായി പോകണമെന്ന് ഞങ്ങൾ. എന്നൊക്കെ നമ്മുടെ ജാനിക്കുട്ടിയാണ് ഇവിടെ ഇരുന്ന് നമ്മൾ കറങ്ങണത്. അതെ, ഞങ്ങൾ മറ്റേ ഗുഹയില്ലേ, മറ്റേ ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന സാധനം, ആ സാധനത്തിൻ്റെ അകത്തു കൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. ഇവിടെയൊക്കെ ഞങ്ങൾ പിന്നെ കുറച്ച് രാത്രി ആയപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. ചൂട്, ഞങ്ങൾ ആ ട്രാൻസ്പോർട്ടിൻ്റെ കയറി വന്നപ്പോൾ ഞങ്ങൾ ഒട്ടുക്കത്തെ ചൂടായിരുന്നു. പിന്നെ ഞാൻ ഇത്തിരി വെറൈറ്റിയാണ് കഴിച്ചത്. റെയിൻബോ ഐസ്ക്രീമാണ് കഴിച്ചത് ഞാൻ, എൻ്റെ അനിയത്തി. പിന്നെ എൻ്റെ കസിൻ ചേച്ചി കഴിച്ചതെന്ന് പറയുമ്പോൾ എന്താണ് ഓറിയോ ആയിരുന്നു കേട്ടോ. ഇങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് എന്താണ് ഇവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ് പോയതുകൊണ്ടാട്ടോ നിങ്ങൾക്കത് കാണാത്തത്. ഇവിടെ കുറേ പേരുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഇപ്പം കുറച്ച് പേർക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ മിക്കി മൗസിലെ ട്രാൻപൊലീൻ. എൻ്റെ അനിയത്തിക്ക് കയറാൻ പറ്റില്ല, അതുകൊണ്ട് ബാക്കിയൊരു ടിക്കറ്റ് വന്നതുകൊണ്ട് എന്തില്ലെങ്കിലും കയറാം എന്തില്ലെങ്കിലും കയറാമെന്ന് പറയും. ഒരെണ്ണത്തിൽ കയറണമെങ്കിൽ 20 രൂപയാണ് ഗൈസ്, 20 രൂപ. അങ്ങനെ ഞങ്ങൾ ഒന്നിലും കയറാതെ 3D അല്ല 3D അങ്ങനെ എന്നാണ് എനിക്ക് പേര് മറന്നു കേട്ടോ. 3D ആണ്. ഇത് കണ്ടോ, D3D ആണ്. ഇവിടെയാണ് ഗോയ്സ് വാട്ടർഫോൾസ് ഉള്ളത്. വാട്ടർഫോൾസ് അല്ല, ഒരു ലൈറ്റൊക്കെ വന്നിട്ട് നമുക്ക് പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും. ഡാൻസ് അല്ല, അങ്ങനെ ഒരു ഇതിങ്ങനെ ഡാൻസ് കളിക്കും പല രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. ഇതിവിടെ എന്താണ്ടോ ഫോറമാൾ എങ്ങാണ്ടോ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഫോറമാൾ തന്നെയാണോ തോന്നണോ? ഓക്കെ ഗൈസ്, നോക്കൂ ഗൈസ്, ഇങ്ങനെ പല രീതിയിലായിട്ടാണ് വെള്ളം പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. കുറേ പാട്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളെ ഓർത്തത് ആദ്യം ഇതുപോലെ ട്രെയിൻ ട്രാക്ക് പോലെയായിരുന്നു ഇവിടെ ഇരുന്നത്. അപ്പം ഞങ്ങളോർത്തു അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ടായി. ചിലപ്പോൾ എനിക്ക് തോന്നി ആ ട്രെയിൻ ഓടിക്കണതായിരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അതല്ല കേട്ടോ, ഇങ്ങനെ നമ്മളത് ഇങ്ങനത്തെ വെള്ളത്തിൻ്റെ എന്തോ സംഭവങ്ങളാണ്. പിന്നെ ഞങ്ങൾ കുറേ ഡാൻസ് റീലൊക്കെ എടുത്തു കേട്ടോ. മറ്റേ പവിഴമല്ലി ഡാൻസ് സോങ്ങാണ് എടുത്തത്. പിന്നെ ഇവിടുത്തെ എന്താ സൗണ്ട് എന്ന് വെച്ചാൽ, ഇവിടെ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് പണി അടക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ സൗണ്ട് ക്ലിയർ ആയില്ലെന്ന് വരാം. മറ്റേ എനിക്ക് തമിഴ് ഇതൊക്കെ മച്ചിനെ പാട്ട് ദിക്കറമേ ആ ഡാൻസൊക്കെ കളിച്ച് അതിൻ്റെ കയറുന്ന എൻട്രൻസ് അതിന് സൈഡിലായിട്ടാണ് നമ്മുടെ അതാണ് ടിക്കറ്റ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. ബൈ.